നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ ഇന്ത്യ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ മത്സരമായിരുന്നു ഏഷ്യൻ കപ്പിൽ നടന്നത്. എന്തായാലും ഇന്ത്യൻ ആരാധകർക്ക് നല്ല വാർത്തയൊന്നുമല്ല ഇന്നലെ വന്നത്. എന്തായാലും ഉസ്ബെക്കിസ്ഥാനോടെതിരെ ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഉസ്ബെക്കിസ്ഥാൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് എതിരെ ഇന്ത്യൻ ടീം ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുപ്പിച്ചുള്ള 2 മത്സരത്തിലും ഇപ്പോൾ ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ മികച്ച പ്രകടനം ഇനിയും വരും മത്സരങ്ങളിൽ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായ വിവരം എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ 2 ടീമായ ഐ ലീഗ് ക്ലബ്ബുമായ ഗോകുലം കേരള FC പുറത്തു പോയിട്ടുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3ാമത്തെ മത്സരം പുറത്തായെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നൊരു മത്സരം വിജയം കരസ്ഥമാക്കുക തന്നെ വേണം. ഇന്നിറങ്ങാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സൂപ്പർ കപ്പ് മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ആദ്യ മത്സരത്തിൽ ഷില്ലോങ്ങിനെതിരെ വിജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 2ാമത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ FC-യോട് തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. എങ്കിലും ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ ആ മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരങ്ങൾ ഇന്ന് മികച്ച ഫോമിൽ കളിച്ചില്ലെങ്കിൽ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മത്സരം ഇന്ന് 7:30 മുതൽ നിങ്ങൾക്ക് ജിയോ സിനിമയിലൂടെയെല്ലാം തത്സമയം കാണാൻ സാധിക്കുന്നതുമാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എത്ര ഗോളിന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിലും ഈ സീസണിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് മുംബൈ സിറ്റി FC-യുടെ വിദേശ താരമായിരുന്ന ഗ്രേഗ് സ്റ്റുവർട്ട്. ഈ സീസണിൽ പകുതിയോടെ ഗ്രേഗ് സ്റ്റുവർട്ട് ടീം വിടുന്നു എന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചപ്പോൾ ആരാധകരെല്ലാം ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ടീം വിട്ടതിന് ശേഷം ഗ്രേഗ് സ്റ്റുവർട്ട് ഏത് ടീമിൽ സൈൻ ചെയ്യുമെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഗ്രേഗ് സ്റ്റുവർട്ട് ഒരു ടീമിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു സ്കോട്ടിഷ് ക്ലബിലാണ് ഗ്രേഗ് സ്റ്റുവർട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഗ്രേഗ് സ്റ്റുവർട്ടിൻ്റെ മികച്ച പ്രകടനം ക്ലബിന് വേണ്ടി കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.